നമസ്കാരം. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജിഷ്ണു പ്രണോയുടെ മാതാവിനെതിരായ പോലീസ് നടപടി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. സർക്കാരിനെതിരെ UDF BJP മാധ്യമ കൂട്ടായ്മ മഹാസഖ്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഡോക്ടർ KT ജലീൽ പറയുന്നത്. പോലീസിനെതിരെ ശക്തമായ വിമർശനമാണ് കേരളമെങ്ങും ഉണ്ടായിരിക്കുന്നത്. അതാണ് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ചർച്ച ചെയ്യുന്നത്. ഒരു വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായ കാലാവസ്ഥയിൽ മാറ്റമുണ്ടോ? ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത് അതാണ്. N. ഷംസുദ്ദീൻ MLA, V. ശശികുമാർ, ശോഭ സുരേന്ദ്രൻ, ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ ശ്രീജിത്ത്, KT ജലീൽ എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ഒപ്പം തന്നെ മറ്റു മാർഗങ്ങളിലൂടെയും ഉള്ളത്. ആദ്യം ശ്രീ N. ഷംസുദ്ദീൻ, അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചുരുക്കിക്കൊണ്ടുവരാൻ നിങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ ദേശീയ പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാന വിഷയങ്ങളുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ വീഴ്ചകൾ, കഴിഞ്ഞ 10 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭരണപരാജയങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ, അതുപോലെ തന്നെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ. അത് സംബന്ധിച്ചുള്ള ആവലാതിയും പ്രയാസവും പറയാൻ പോലീസ് മേധാവിയുടെ അടുക്ക വന്നപ്പോൾ അവരെ വളരെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിൽ നിന്ന് എല്ലാവരും അതിൽ ആ അമ്മക്കൊപ്പമാണ്. അതാണ് അതിന് വേഗത്തിൽ മറുപടി പറയാം. ഒന്ന്, ഒരു രക്തസാക്ഷിയുടെ, അതും SFI അവകാശപ്പെടുന്നത് SFIയുടെ രക്തസാക്ഷി തന്നെയാണ് ജിഷ്ണു പ്രണോയ് എന്നാണ്. അങ്ങനെ ഒരു രക്തസാക്ഷിയുടെ അമ്മയ്ക്കെതിരെ കടുത്ത പോലീസ് നടപടി ഉണ്ടായി. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പോലീസ് കള്ളക്കഥ കെട്ടിച്ചമക്കുകയാണ്. അവരോടൊപ്പം ഉണ്ടായിരുന്നവർ കള്ളിക്കയറാൻ ശ്രമിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതെന്ന്. ആ രണ്ടാം ഭാഗത്തിൽ പോലും വിമർശന വിധേയമായ കാര്യങ്ങളുണ്ട്. എന്താണ് ഷാജർ ഖാനും ഷാജഹാനും ചെയ്ത കുറ്റം? ഇവർക്കെതിരെ എന്ത് ക്രിമിനൽ നടപടിയാണുള്ളത്? അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ ജയിലിലടക്കാൻ കഴിയുക? അങ്ങനെ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി ആകെ തന്നെ വിമർശന വിധേയമാകുന്നു എന്ന് മാത്രമല്ല, മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുക വഴി അത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കി UDFും BJPയും മാറ്റുന്നു. വൈകാരികമായി ലഭിക്കുന്ന ഒരു സന്ദർഭം UDFും BJPയും ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അത്തരമൊരു നിർഭാഗ്യകരമായ സംഭവം അവിടെ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ നിർദോഷമായി ഈ വിഷയം ചർച്ച ചെയ്യാനാവില്ല. ഈ വിഷയത്തിൽ ഗവൺമെൻറ്റും ഞങ്ങളുടെ പ്രസ്ഥാനവും പ്രണോയുടെ കൂടെയാണ്. ആ കേസിൽ ഉൾപ്പെട്ട പ്രതികളെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇതിനകം പിടിക്കാൻ ഇടയാവാത്ത ആളുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കേസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഇത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള KP വിശ്വനാഥൻ്റെ മകൻ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമായി യാതൊരു വിധേയത്വവും ഞങ്ങൾക്കില്ല. ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ ആ അമ്മയുടെ വൈകാരിക അവസ്ഥയെ ദുരുപയോഗപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വേർതിരിച്ച് തന്നെ നമ്മുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. KT ജലീൽ മന്ത്രി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KT ജലീൽ, താങ്കളാണ് പറയുന്നത് UDF BJP മാധ്യമ മഹാസഖ്യം ഈ സർക്കാരിനെതിരെ രൂപം കൊണ്ടിരിക്കുന്നു എന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹലോ പറഞ്ഞോളൂ. ശ്രീ KT ജലീൽ, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ എന്താണ് UDF BJP മാധ്യമ മഹാകൂട്ടായ്മ? ഫോൺ കട്ടായി. ഇപ്പോൾ ശ്രീജിത്ത് നമ്മോടൊപ്പം ഉണ്ട്, ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ. ശ്രീജിത്ത്, ഏത് നിലയിലാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ശ്രീജിത്ത് നിരാഹാരം കിടക്കുന്നു, ജിഷ്ണു പ്രണോയിയുടെ മാതാവ് മഹിജ നിരാഹാരം കിടക്കുന്നു, ജിഷ്ണു പ്രണോയിയുടെ സഹോദരി വടകരയിൽ നിരാഹാരം കിടക്കുന്നു. നിങ്ങൾ പറയുന്നത് ഈ സർക്കാരിനെതിരല്ല സമരം, പോലീസിനെതിരെ മാത്രമാണ് എന്ന്. എന്നിട്ടും ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സമരത്തിന് പരിഹാരം കാണുക എന്നതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിഷയമായി മുന്നണിയിൽ നിന്ന് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ മഹിജയും താങ്കളും അടങ്ങുന്ന ജിഷ്ണു പ്രണോയുടെ കുടുംബം തന്നെയല്ലേ?
രാഷ്ട്രീയ സമരമല്ല. ഞങ്ങൾ നീതിക്ക് വേണ്ടി, തീർത്തും നീതിക്ക് വേണ്ടി നടത്തിയ ഒരു സമരമാണ്. ഞങ്ങളുടെ ആവശ്യം 26-ാം തീയതി വരെ, 27-ാം തീയതി വരെ ഞങ്ങളുടെ ആവശ്യം ഒരു പ്രതിയെങ്കിലും അറസ്റ്റ് ചെയ്യാനായിരുന്നു. 90 ദിവസം കഴിഞ്ഞും ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാത്ത ദുഃഖത്തിലായിരുന്നു ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് സമരം നടത്താൻ തീരുമാനിച്ചത്. അന്ന് നടത്തിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടതിനെ തുടർന്നാണ് DGPയെ വീണ്ടും കണ്ട് അദ്ദേഹത്തോട് എന്തുകൊണ്ട് ഒരാഴ്ച നിങ്ങൾ അനുവദിച്ച സമയത്തിനടുത്തും ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം ഉന്നയിക്കാനാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയും അതിന്റെ കൃത്യമായ നിലപാട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു വന്ന ഞങ്ങളെയാണ് പോലീസ് ക്രൂരമായി വേട്ടയാടിയത്. ആ കാര്യം നിങ്ങൾ തിരിച്ചറിയണം. പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ച് ആശുപത്രിയിൽ കിടക്കുന്ന എന്നെയും സഹോദരിയെയും ആക്രമിച്ചില്ല എന്ന് ആരാണ് വിശ്വസിക്കുന്നത്? ഞങ്ങൾക്ക് ശാരീരിക വേദനയേക്കാൾ വലിയ വേദന പോലീസിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നവർ അത് ഏറ്റുപറയുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വേദന. ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഈ സഖാക്കൾ പറയുന്നത് ഈ പ്രസ്ഥാനത്തെ ചോര കൊടുത്ത് സ്നേഹിച്ച, ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച ഞങ്ങളുടെ വാക്കുകൾ ദയവ് ചെയ്ത് വിശ്വസിക്കണം. പോലീസല്ല, പോലീസ് ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമാണ്. ഭരണകൂടത്തെ സംവിധാനത്തിലെ പോലീസിനെ നേർവഴിക്ക് നടത്തുന്നതിന് പകരം ഞങ്ങളുടെ പ്രിയപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞില്ലേ പോലീസിനെ നേർവഴിക്ക് നടത്താൻ? നമ്മുടെ പാർട്ടിയുടെ സമുന്നത നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ പറഞ്ഞില്ലേ പോലീസിന്റെ തമ്മാടിത്തരം മലപ്പുറത്തുൾപ്പെടെ നമുക്ക് ദോഷം ചെയ്യുമെന്ന്? നമ്മുടെ പ്രിയപ്പെട്ട കോടിയേരിയും സംസ്ഥാന കമ്മിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ പോലീസ് സർക്കാരിന് കളങ്കം വരുത്തുന്നു എന്ന്? ആ പോലീസിനെ എന്തിനു വേണ്ടി സംരക്ഷിക്കുന്നു? ആ പോലീസിന് വേണ്ടി നമ്മൾ എന്തിനു വേണ്ടി ഞങ്ങളുടെ വാക്കുകളെ അവിശ്വസിക്കുന്നു എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ നാദാപുരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രീ ശശികുമാർ, ഇവിടെ ശ്രീജിത്ത് പറഞ്ഞതിൻ്റെ ഒരു കാതൽ താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. MA ബേബിയുണ്ട്, VS അച്യുതാനന്ദനുണ്ട്, അങ്ങനെ LDFിന്റെ ഭാഗമായി നിൽക്കുന്ന സമുന്നതരായ നേതാക്കളെല്ലാം തന്നെയും പോലീസ് നടപടിയെ തള്ളിപ്പറയുന്നു. നമുക്കറിയാം അവിടെ മഹിജ നിലത്ത് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന്. അത് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരോട് ചോദിച്ചാലും ബോധ്യമാകും. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ പോലീസിന് എന്താണോ അവരുടെ പങ്കാളിത്തം അത് കണ്ടെത്തി അവർക്ക് ശിക്ഷാ നടപടികൾ വാങ്ങിച്ചു കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ ശുദ്ധമായി മുന്നോട്ട് പോവുകയായിരുന്നില്ലേ വേണ്ടത്? പകരം ഈ പോലീസുകാരെ കൂടി സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പോയാൽ വോട്ടർമാർക്ക് സ്വാഭാവികമായും ആശയക്കുഴപ്പമുണ്ടാകില്ലേ? ഈ വിഷയത്തിൽ വൈകാരികമായൊരു തലമുണ്ട്. ആ തലത്തെ പൂർണ്ണമായി കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ ആത്മാർത്ഥതയെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമീപനത്തെയോ ഈ നാട്ടുകാർ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. പോലീസിനെ സംരക്ഷിക്കുക എന്നുള്ള ഇടതുപക്ഷത്തിന്റെ പരിപാടിയല്ല. അത് അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ളത് ഇവരുടെ വൈകാരികമായ ഭാവത്തെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതിരുന്നോട്. കേരളത്തിൻ്റെ ഒരു പുതിയ കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാധ്യമ സാന്ദ്രതയുള്ള ഒരു നാട്ടിൽ എന്തെങ്കിലും വൈകാരിക പ്രശ്നങ്ങൾ കിട്ടിയാൽ അത് രാഷ്ട്രീയമായി തരാതരം ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട KT ജലീൽ സാറ് പറഞ്ഞു ഒരു മാധ്യമ വലതുപക്ഷ BJP UDF കൂട്ടായ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ കൂട്ടായ്മയിൽ ബഹുമാനപ്പെട്ട സഖാവ് MA ബേബി, സഖാവ് മൂസിൻ പോലത്തെ ആളുകളും അപ്പോൾ ആ കൂട്ടായ്മയിൽ വരില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സഖാവ് ശശിയേട്ടൻ എന്താ പറയുള്ളത്? ഇപ്പൊ ഇന്നലെ ആലപ്പുഴയിലൊരു കൊച്ചുകുട്ടി, ഒരു വിദ്യാർത്ഥി അതിക്രൂരമായി RSSകാർ തല്ലിക്കൊന്നു. അത് നമ്മുടെ പത്രങ്ങളിലൊരു വാർത്തയോ വലിയ വിഷയവും ആവുന്നില്ല. ചില വിഷയങ്ങളെ ഔട്ട് ഓഫ് കണ്ടസ്റ്റിൽ കൊണ്ടുവരാനും ചിലതിനെ വല്ലാത്ത രീതിയിൽ ന്യൂനീകരിക്കാനും നമ്മുടെ നാട്ടിൽ ശ്രമം നടക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കുകയാണ് ജലീൽ ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഓരോരുത്തരുടെയും മനോഭാവത്തെ ഇകഴ്ത്തി കാണേണ്ടതില്ല. ഈ സ്ത്രീ നമ്മുടെ ജിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു എന്ന് കേട്ടാൽ വേദനിക്കാത്ത ഒരു മനസ്സു കേരളത്തിലുണ്ടാവില്ല. അതിനോടൊപ്പമാണ് എനിക്ക് ശശികുമാർ സാറിനോടാണ് ചോദിക്കാനുള്ളത്. 10 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജിഷ എന്ന ഒരു പെൺകുട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച് പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തിയ ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ 10 മാസം പിന്നിടുമ്പോൾ അതേ സെയിം പേരുള്ള ജിഷ്ണു എന്ന ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് CPM-ലെ ഉന്നതന്മാർ പലരും അത് തെറ്റാണ് ഇന്നലെ നടന്ന പരിപാടി എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ആഭ്യന്തര മന്ത്രിക്ക് മാത്രം അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്താണ് അതിന്റെ കാരണം? അല്ല, അതിന് 2 തലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആ ആ അമ്മയോടുള്ള അനുതാപം എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും. അത് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ സംഭവത്തിന്റെ പിന്നിൽ ഒരു നിഷ്കളങ്കമായി ഉണ്ടായൊരു സംഭവമല്ല. അതിന്റെ പിന്നിൽ ഒരു പ്ലാനിങ് കൂടി ഉണ്ട്. ആ പ്ലാനിങ് തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഓരോ വിഷയത്തിനും ഒരു 2 തലങ്ങളുണ്ട്. അത് ആ 2 തലവും കൂട്ടിക്കലർത്തി പറയുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്. ഞങ്ങൾ ആർക്കും ശോഭാ സുരേന്ദ്രൻ, എന്റെ ചോദ്യം താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ മറുപടി. ഇക്കാര്യത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന CPM-ന്റെ നയത്തിനനുസരിച്ച് തന്നെയാണ് പോലീസ് പെരുമാറിയിട്ടുള്ളത്. VS അച്യുതാനന്ദനോ MA ബേബിയോ വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതല്ല ശരി എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എപ്പോഴും അങ്ങനെയല്ലേ? പോളിറ്റ് ബ്യൂറോ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചിരുന്നല്ലോ. എവിടെ പോയി അന്വേഷണ റിപ്പോർട്ട്? കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ CPIM അനുവർത്തിച്ചു വരുന്ന നയമാണത്. ഇവിടെ മഹിജ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞല്ലോ, എൻ്റെ മകൻ പിണറായി വിജയനെ ഈശ്വരന് തുല്യമാണ് കണ്ടത്. എല്ലാവരും മേടമാസത്തിലെ വിഷു ദിവസം ഗുരുവായൂരപ്പനെ കണി കാണുമ്പോൾ ഈ ജിഷ്ണു പ്രണോയും കൂട്ടുകാരും ചേർന്ന് വളയത്തെ തൻ്റെ വീടിൻ്റെ പരിസരത്ത് ബന്ധുക്കൾക്ക് കണി കാണിച്ചു കൊടുത്തത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമാണ്. അങ്ങനെ ദൈവത്തെ പോലെ പിണറായി വിജയനെ കണ്ട അതേ മകന്റെ അമ്മയുടെ മാതൃത്വത്തിന്റെ ആരാച്ചാരായിട്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മാറിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മഹിജ തന്നെ പറഞ്ഞല്ലോ, എന്റെ മകനെ കൊലപ്പെടുത്തിയപ്പോ എന്റെ ഹൃദയം പകുതി മരിച്ചുപോയി, എന്നെ റോഡിലിട്ട് വലിച്ചിഴച്ചപ്പോ DGP-യെ കാണാനല്ലേ പോയത്? എന്താ പറഞ്ഞത്? ഇവിടെ ചാരന്മാര് ചെന്നതുപോലെ, ISIS ചാരന്മാര് ചെന്നതുപോലെയല്ലേ DGP-യുടെ ഓഫീസ് പ്രവർത്തിച്ചത്? 16 പേരല്ലേ അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തോക്കുസ്വാമി ആരാ കൊണ്ടുവന്നത്? അത് DGP തന്നെയാണ് തോക്കുസ്വാമിക്ക് സമയം കൊടുത്തത്. എപ്പോഴാ സമയം കൊടുത്തത്? അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ നികേഷി അന്വേഷിക്കൂ. തോക്കുസ്വാമിക്ക് എത്രയോ നാളുകൾക്ക് മുൻപ് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരാവശ്യത്തിന്, ചോദിച്ച ചോദ്യത്തിന് ഇതേ ദിവസം തന്നെ തോക്കുസ്വാമിയെ അവിടേക്ക് വിളിച്ചു വരുത്താൻ ആരാണ് DGP-യോട് പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ മഹിജയുടെ കുടുംബത്തിന് വളയത്ത് പോയ ആളാണ് ഞാൻ. അവിടുത്തെ സഖാക്കന്മാരുമായിട്ട് നിരന്തരം, ഞാനൊരു BJP-കാരിയാണ്, പക്ഷേ വളയത്തെ നല്ലവരായിട്ടുള്ള സഖാക്കളുമായി ഫോണിൽ ബന്ധപ്പെടുകയും ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരം അന്വേഷണം നടത്തുകയും ചെയ്യുന്ന ഒരാളാ. വളയത്തെ സഖാക്കന്മാർ പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഇവിടെ ഈ മഹിജയുടെ സഹോദരന് പിണറായിക്കെതിരെ സമരം നടത്തിയാൽ കത്തിച്ചു കളയും അവർ, ആ കുടുംബത്തെ തകർത്ത് കളയും. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതുപോലെ കൊട്ടേഷൻ കൊടുക്കും. അതാണ് വളയത്തെ സ്ഥിതി. അതുകൊണ്ടാണ് മഹിജയ്ക്കും സഹോദരനും ഞങ്ങൾ പോലീസിനെതിരാണ് എന്ന് പറയാനുള്ള കാരണം. അദ്ദേഹത്തിന് ഭയപ്പാടുണ്ട്. അദ്ദേഹം അത് എനിക്ക് പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് എത്ര നാളായി കേരളത്തിൽ ഇദ്ദേഹം പറയാൻ തുടങ്ങിയിട്ട്. അദ്ദേഹം വടകരയില് അദ്ദേഹത്തിന്റെ വളയത്ത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഷംസീറിന് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിച്ച ആളല്ലേ. പോലീസ് നടപടി തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം ഇന്നിപ്പോൾ ചിലരെങ്കിലും ഉയർത്തിവിടുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 3 പേരെ കുറിച്ചാണ്. തോക്കുസ്വാമി ഇന്ത്യയും തീവ്രവാദവും എന്ന വിഷയത്തിൽ DGP ലോക്നാഥ് ബെഹ്റയുമായി ചർച്ചയ്ക്കെത്തിയതാണ് എന്നാണ് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബാക്കി ഷാജർ ഖാന്റെയും ഷാജഹാന്റെയും കാര്യത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ജയിലിൽ അടയ്ക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം ഇന്ന് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സമരത്തിൽ ഇപ്പോ രണ്ടാമത്തെ വിഷയവും ചേർന്നു കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഈ നികേഷിനോട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നികേഷ് പറയാനുണ്ട്. ഇവിടെ ഇന്നലെ ഈ ഷാജിദ് ഖാനെയും ഷാജഹാനെയും തോക്കുസ്വാമിയെയും റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റിനെ അവർക്കൊരു മൊഴിയുണ്ട്. ദയവ് ചെയ്ത്, എത്ര സമർത്ഥരായ മാധ്യമ പ്രവർത്തകരാണ്, നിങ്ങളിതൊന്ന് പുറത്തു വിട്ടാൽ ഈ കൺഫ്യൂഷനൊക്കെ തീരില്ലേ?
അതിൽ പറയുന്നത് എന്താണ്? വിഷ്ണുവിന്റെ കുടുംബത്തെ ഞങ്ങൾ ഇതുവരെ അറിയില്ല. ഷാജഹാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ല. നമ്മളെ തോട്ടുസ്വാമി പറഞ്ഞു ഞാൻ DGPയുടെ ചർച്ചയ്ക്ക് വന്നതാണ്. ഈ കൺഫ്യൂഷൻ 3 ദിവസമായി നിലനിൽക്കുകയാണ്. ഇത് പരിഹരിക്കാൻ ഞങ്ങൾ പറയുന്നതല്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്. നിങ്ങൾ വേണ്ടത് ഈ മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി ഒന്ന് ദയവ് ചെയ്ത് റിപ്പോർട്ടർ ചാനലിലെ സമർത്ഥരായ ജേർണലിസ്റ്റുകളൊന്ന് പുറത്തുവിടൂ. ഞാൻ ഈ ആശുപത്രി കിടക്കയിലിരുന്നാണ് ബുദ്ധിമുട്ടിയാണ് സംസാരിക്കുന്നത്. എന്നെ കൊണ്ട് ഇത് ഇനിയും സംസാരിപ്പിക്കരുത്. ശിവകുമാർ, അക്കാര്യത്തിൽ നിയമസഭയിൽ KM മാണിക്കെതിരെ അഴിമതി ആരോപണം വന്നപ്പോൾ ആ സഭ ആകെ അടിച്ചു തകർത്തവരാണ്. സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ സമരം നടത്താം, വേറൊരു സ്ഥലത്ത് പോകാൻ. നിങ്ങൾ സെക്രട്ടേറിയറ്റ് മുഴുവൻ വളഞ്ഞവരാണ്. അങ്ങനെ ഓരോ വിഷയത്തിന് അധിഷ്ഠിതമായിട്ടാണ് സമരമാർഗം. ഇവിടെ മഹിജ എന്ന മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ കാര്യത്തിൽ അവർ പരാതി പറയാനാണ്, അവിടെ സമരം നടത്താനല്ല പോകുന്നത്. പരാതി പറയാൻ പോകുമ്പോൾ അവരോട് ബഹുമാനപൂർവം ആദരവോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രജ്ഞ നഷ്ടപ്പെട്ട പോലീസിനെ സംരക്ഷിച്ചു നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയുമായി നിങ്ങൾ മാറിയിരിക്കുന്നു. അല്ല, അവരെ സംരക്ഷിക്കുകയല്ല, അതിനെക്കുറിച്ച് പരിശോധിക്കും. പക്ഷേ ഇവർ അവരുടെ വേദന പരിഹരിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ 6 ആളോട് DGP കാണാൻ അനുമതി കൊടുക്കുകയാണ്. ആ സമയത്ത് തള്ളിക്കേറി സീനുണ്ടാക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിക്കാർ പോലുള്ള ആളുകളുണ്ട് ഇവിടെ. ഏത് സംഭവത്തിലും ഇടപെട്ട് അതിൻ്റെ മെറിറ്റ് പരിശോധിക്കാതെ അതിലിടപെട്ട് കൊളമാക്കുന്ന സമ്പ്രദായം BJP ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ സമരം നമ്മൾ എടുത്തു നോക്കുക. കേരളത്തിൽ എവിടെയെങ്കിലും വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി തുടക്കത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് സത്യാഗ്രഹം ഇരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? BJP അതല്ലേ നടത്തിയത് അവിടെ. അപ്പോൾ BJPക്ക് ഒരു അജണ്ട ഉണ്ട്. അങ്ങനെയുള്ള ചില വലതുപക്ഷ വ്യക്തികളും തീവ്രവാദ സംഘടനകളുണ്ട്. അവർ നടത്തുന്ന ശ്രമങ്ങളെ വേറിട്ട് കാണണം കേരളം. അത് കണ്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു വിഷയവും കൈകാര്യം ചെയ്യാനാവാതെ. ഈ ചർച്ചയിൽ ഇപ്പോ ജിഷ്ണുവിന്റെ ഒരു മരണത്തോടു കൂടി പോലീസ് രാജ് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ തല കുനിച്ചു നിന്ന 2 ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. ഇത് ജിഷ്ണുവിന്റെ കേസിൽ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് താനൂരിൽ പോലീസ് നടത്തിയ മുസ്ലിം വീടുകളിലെ നരനായാട്ടുണ്ട്. കൊടിഞ്ഞിയിലെ ഫൈസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പോലീസ് നടപ്പിലാക്കിയ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ UAPA ചുമത്തുന്ന കാര്യത്തിൽ കേരളത്തിന്റെ പോലീസ് നടപ്പിലാക്കുന്ന ഇരട്ടത്താപ്പ് നയങ്ങളുണ്ട്. ശശികലക്കെതിരെയും അതുപോലെ തന്നെ നമ്മൾ ഷംസുദ്ദീൻ പാലത്തിനെതിരെയും. ഇത് നരേന്ദ്രമോദി പിണറായി വിജയന് കൊടുത്ത ഒരു സമ്മാനം എന്നുള്ള രൂപത്തിൽ ബെഹ്റയാണ് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയായി നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ഈ ഒരു പോലീസ് രാജ്യം മാറ്റി എഴുതുന്നതിന് വേണ്ടി UDFന് എന്താണ് ഇതിൽ നിലപാടെടുക്കാനുള്ളത്? ഞങ്ങൾ ഈ കാര്യം ഇവിടെ ഇത് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഈ ഇന്നലത്തെ സംഭവം കേരളം മുഴുവനും കണ്ടതാണ്. ആ സംഭവത്തെ നമ്മുടെ മുഖ്യമന്ത്രി പച്ചയായി ന്യായീകരിക്കുകയാണ്. പോലീസ് ഒരു അതിക്രമവും കാണിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനെ പാർട്ടി സെക്രട്ടറിയും തുടർന്ന് ന്യായീകരിക്കുകയാണ്. മാത്രവുമല്ല, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു ബേബിയുടെ നിലപാട് പാർട്ടിയുടെ നിലപാടല്ല, അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ ബേബിയോട് പോയി ചോദിക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനു മുമ്പ് തന്നെ VS പോലീസിനെ വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറയുന്ന, പോലീസിനോട് കയർത്ത് സംസാരിച്ചു എന്ന് പറയുന്നതുണ്ട്. അപ്പൊ പോലീസ് നടപടി ഒരമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത, പരാതി പറയാൻ വരുന്ന ഒരു മകൻ മരണപ്പെട്ട അമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത ഹീനമായ നടപടിയാണെന്നുള്ളത് കേരളത്തിന്റെ മുമ്പിൽ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ശിവകുമാർജിയോടാണ് ചോദ്യം. എന്താ വെച്ചാൽ പറഞ്ഞു ആലപ്പുഴയിലെ സംഭവത്തിൽ BJP ആണ്, മറ്റേതാണ് UDF LDF അത് വേണ്ട. അങ്ങനെ നമുക്ക് എന്താ ഇന്ന് രാവിലെ അടിച്ചു വന്ന ഇന്ന് ബന്ദ് കഴിഞ്ഞിട്ട് അടിച്ചു വന്ന ഇന്നലെ രാവിലെ അടിച്ചു വന്ന പത്രത്തിൽ എല്ലാ മനോരമ, മാതൃഭൂമി, എല്ലാ ദേശീയ മാധ്യമങ്ങളിലും പറഞ്ഞു വന്ന ഇവിടെ പറഞ്ഞതിന്റെ നുഴഞ്ഞു കയറി ആക്രമിച്ചു മഹീദേനെ. ഇതൊക്കെ എങ്ങനെ വളച്ചോടിച്ച് ദേശാഭിമാനിനെ എങ്ങനെ ചിത്രീകരിക്കുന്നത്? മാറി ഭൂമിയുടെ എല്ലാ പത്രങ്ങളും സത്യസ്ഥിതി പറഞ്ഞപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ മാത്രം അങ്ങനത്തെ ന്യൂസില്ല. അങ്ങനെ ഒരു വാർത്തയുടെ 2 വശങ്ങളാണ് ദേശാഭിമാനിയും മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയും മനോരമയും പറയുന്നത് വളരെ മഹത്വജനങ്ങളാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കേണ്ട. അവര് ഓരോ വിഷയത്തെയും രാഷ്ട്രീയമായി മുതലെടുക്കുന്നവരാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലാണ്. ഏതൊക്കെ വിഷയം കിട്ടുമോ ആ വിഷയം മുഴുവൻ ആഘോഷിക്കാൻ മാതൃഭൂമിയും മനോരമയും ഇടതുപക്ഷത്തിന് നേരെ ഉപയോഗിക്കും. അതിൽ സാധാരണക്കാരായ ആളുകൾ പെട്ടുപോകും. അതിൽ പെട്ടൊരു സുഹൃത്താണ് ഇപ്പം എന്നോട് ചോദിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളൂ.
ഇതിലൊരു കാര്യമില്ലെന്ന് വെച്ചാൽ നാട്ടിൽ നടക്കുന്ന വസ്തുതകളെ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ മാധ്യമങ്ങളെ പഴിചാരിയിട്ട് കാര്യമില്ല. മനോരമയും മാതൃഭൂമിയൊക്കെ രാജ്യത്ത് ആളുകൾ വായിക്കുന്ന പത്രമാണ്. ഇവിടെ അങ്ങനെ ഒന്ന് ഫ്രെയിം ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് മഹിജയ്ക്കൊപ്പം BJP-ക്കാരുണ്ടായിരുന്നു, UDF ആ പരിസരത്ത് നിരീക്ഷണവുമായിട്ടുണ്ടായിരുന്നു, SUCI ഉണ്ടായിരുന്നു, തോക്കുസ്വാമി വരെ ഉണ്ടായിരുന്നു. അല്ല, അവര് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ തോക്കുസ്വാമി അവിടെ ഉണ്ടാവാനുണ്ടായ സാഹചര്യം മൊഴിയാണ് ഉണ്ടായ സാഹചര്യം പറഞ്ഞു. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, മുമ്പ് നമ്മുടെ DGP-യെ കാണാൻ ആക്ഷേപം പറയാൻ വന്ന ആളുകളെ പഴയ കാലത്ത് DGP-മാര് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് പന്തലിട്ട് കരുക്ക് കൊടുത്ത് AKG സ്വീകരിച്ച പാരമ്പര്യമുള്ള നാടാണ് കേരളം. അവിടെയാണ് ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ പരാതി പറയാൻ വരുമ്പോ ഈ വിധം പെരുമാറുന്നത്. ആ പോലീസിനെയാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. അതാ പ്രശ്നം. സാർ, എനിക്ക് ശോഭാ സുരേന്ദ്രൻ മേഡത്തിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സാർ, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ജിഷ്ണുവിന് വേണ്ടിയിട്ടും മഹിജക്ക് വേണ്ടിയിട്ടും BJP-ക്കാർ മുതലക്കണ്ണീർ ഒഴുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ സങ്കടത്തോടു കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. മാസങ്ങൾക്ക് മുമ്പ് നജീബ് എന്നൊരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട് എത്ര കാലമായി സാർ? ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരെയോ അതല്ലെങ്കിൽ BJP-ക്ക് നേരെയോ എന്തുകൊണ്ട് ഇവിടുത്തെ വലതുപക്ഷ ഇടതുപക്ഷ ഈ പാർട്ടികളും മാധ്യമങ്ങളും എന്തുകൊണ്ട് അവർക്കെതിരെ തിരിയുന്നില്ല? അവർക്കെതിരെ ഒരു ചോദ്യചിഹ്നമല്ലേത്? JNU-ലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി നജീബിനെ കാണാതായിട്ട് മാസങ്ങളായി. എന്തുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് ഇവിടെ ഉത്തരം വേണം സാർ? അല്ല, കേരളത്തില് രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരളത്തിലെ ദൃശ്യപത്ര മാധ്യമങ്ങള് അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും അറിയാം എത്രമാത്രം മാധ്യമങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിയെ അനുകൂലിക്കുന്നത് എന്നതിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമേ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട്, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഞങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് തരുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പൊ ഞാൻ ശശി ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ശശി ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ലക്ഷ്മി നായരുടെ വിഷയത്തിൽ ഞങ്ങളുടെ നേതാവ് പോയി നിരാഹാരം ഇരുന്നത് വലിയ പ്രശ്നമായി എന്നല്ലേ ശശിയേട്ടൻ പറഞ്ഞത്? അപ്പൊ ലക്ഷ്മി നായർക്ക് ചുമതല പോയതില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കടകംപള്ളി സുരേന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള ശശിചേട്ടൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ദുഃഖം മാറിയിട്ടില്ല. അപ്പൊ അതിനർത്ഥം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഉമ്മൻചാണ്ടി സാറിന് നജീബ് എന്ന JNU-വിൽ കാണാതായ യുവാവിന്റെ ഉമ്മയെ ഇതിനേക്കാൾ മൃഗീയമായി പിടിച്ചു വലിച്ചത് അവിടുത്തെ ലഫ്റ്റനന്റ് ജനറലിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസാണ്. അപ്പോൾ ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷമായിക്കൊള്ളട്ടെ, ഇന്ത്യയിലെ മതേതര വിഭാഗം ആകെ ആയിക്കൊള്ളട്ടെ, വിമർശനം ഉന്നയിച്ചത് ദില്ലി പോലീസിന്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ട BJP-യെയാണ്. അപ്പോൾ ആ നിലയിൽ ഇപ്പോ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മുതലക്കണ്ണീർ മുഴക്കുന്നു, മുതലക്കണ്ണീർ ഒഴിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ഉന്നയിച്ച ചോദ്യം. പറയൂ അതിന്റെ ബാക്കി. മേഡം, എന്റെ ചോദ്യത്തിന് മേഡം ഇപ്പോഴും ആൻസർ തന്നിട്ടില്ല. സാർ, ഒരു മിനിറ്റ്, ഞാൻ ശോഭ മേഡം അതിനൊരു ഉത്തരം പറയട്ടെ. കാരണം ഇവിടെ മാധ്യമങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ തെളിവാണത്. കാരണം ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ പാർട്ടികളോ UDF പാർട്ടികളോ ആരും ഈ വിഷയം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കവലയിൽ പോലും അവരായി ഈ വിഷയം ഉന്നയിച്ചിട്ടില്ല. സാർ, നജീബിന്റെ നഷ്ടം, നജീബിന്റെ വിഷയത്തിൽ അവർ സംസാരിക്കാത്തത് പറയാത്തോണ്ട് അത് നജീബ് ആയതുകൊണ്ടാണ്. ആ വിഷയത്തിലേക്ക് വരാത്ത അല്ല, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പോലും ഡൽഹിയിലെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയം എന്നെല്ലാം ഏതെങ്കിലും ഒരു വിഷയം ജനം ഉന്നയിച്ചിട്ടുണ്ടോ? അതിന് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കൃത്യമായി മറുപടി കൊടുത്തിട്ടുള്ള നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട്. കൃത്യമായി പോലീസിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കാതെ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള കാപട്യം പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ചോദ്യം എന്താ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താ? അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മാറ്റി വഴിതിരിച്ചുവിട്ട് വിഷയത്തെ വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ഞങ്ങളാണ് മുതലക്കണ്ണീർ ഒഴുക്കിയത്. ഈ ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന കുട്ടിയുടെ ദൈവമായിരുന്നില്ലേ പിണറായി വിജയൻ? ആ ദൈവമല്ലേ കേരളം ഭരിക്കുന്നത്? ആ ദൈവമല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ജിഷ്ണു പ്രണോയെ ചവിട്ടിക്കൂട്ടി കൊന്ന് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ഒരു അമ്മയ്ക്ക് ഈ ഗതികേടുണ്ടായി? അക്കാര്യത്തിൽ ഒരു മറുപടി ഇല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രന് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇനി അതിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നൊരു നിർബന്ധമില്ല. ഇന്ന് പോലും രാജസ്ഥാനിൽ പശുവിനെയും കൊണ്ടുപോയ ഒരാളെ തല്ലിക്കൊന്നത് നിങ്ങളുടെ ഭരണത്തിന് കീഴിലാണ്. അല്ല, അപ്പൊ നികേഷി അറിഞ്ഞില്ലേ? കുറച്ചുകൂടി വാർത്തകൾ അങ്ങ് ശ്രദ്ധിക്കണം. അതായത് രാജസ്ഥാനിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുടെ കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വി തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാനിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ വാർത്ത തെറ്റായി പോയി എന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ കേന്ദ്രമന്ത്രി, ന്യൂനപക്ഷക്കാരനായിട്ടുള്ള മനുഷ്യൻ, മുസൽമാനായിട്ടുള്ള മനുഷ്യൻ മുക്തർ അബ്ബാസ് നഖ്വി പറഞ്ഞിട്ടുണ്ട്. അതെന്തേ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? JNU ക്യാമ്പസിനകത്തുള്ള വിഷയത്തിൽ ഞാൻ ഒന്നുകൂടി ശ്രീജിത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാകുന്നു. ഒന്നുകൂടി എല്ലാവരും ഒന്ന് ഉഷാറാകണം, എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. ശ്രീജിത്ത്, സമരം 2ാം ദിവസത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്നലെ തുടങ്ങിയ സമരം. പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് നിബന്ധന വെച്ചിട്ടുണ്ടോ? ഒരു പോലീസ് ഫോഴ്സാണിത് ശ്രീജിത്ത്. ആ പോലീസ് ഫോഴ്സിന് നിങ്ങളുടെ ഉപാധികൾ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ശ്രീജിത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ച 2 ക്രിമിനലുകളായ പോലീസുകൾ, ആ ക്രിമിനൽ കേസിൽ പ്രതികളായ 2 പോലീസുകാർക്കെതിരെ പോലും നടപടിയെടുക്കാൻ കഴിയാത്തവർക്ക് ജിഷ്ണുവിന് നീതി ലഭ്യമാക്കാൻ കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആവശ്യത്തിൽ നേടിയാൽ മാത്രമേ ജിഷ്ണുവിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ ക്രിമിനലുകളാണ്. ഈ സുനിൽകുമാറും ബൈജു ഒക്കെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഈ ബൈജു, ഈ സുനിൽകുമാറിനെതിരെയുള്ള ഒരു FIR ആണ്. ഇതിലെ കെട്ടുകളാണ്. 3 കേസുകളിൽ പ്രതിയാണ് ഇയാൾ നമ്മുടെ ഈ സർക്കാരിന്റെ രാഷ്ട്രീയവുമായി യോജിച്ചു പോകാതെ ഒരു വലിയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്നിട്ട് പോലും ഇയാളെ സംരക്ഷിക്കുന്നു, ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇവരെ സംരക്ഷിക്കുമ്പോൾ വിഷ്ണുവിന്റെ കാര്യത്തിൽ നീതി ലഭിക്കുമോ? ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ദയവ് ചെയ്ത് പോലീസ് പറയുന്നത് മാത്രം വിശ്വസിക്കരുത്, ഞങ്ങൾ പറയുന്നത് കൂടി പരിഗണിക്കൂ. ഈ ആശുപത്രിയിലെ രേഖകൾ പരിശോധിക്കൂ. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മരണം വരെ സമരം കടക്കാൻ തന്നെയാണ്. ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഒരാൾക്കും നീതി ലഭിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ മാത്രം വിഷയമല്ല ഇത്. ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടും പോലീസിന് വേണ്ടി ചിലർ ഇപ്പോഴും വാദിക്കുകയാണ്. അതാണ് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഈ പോലീസിനെ ശരിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട MP ജയരാജൻ സഖാവ് കണ്ണൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയതാണ്. ആ തരത്തിലുള്ള അപാകത മാത്രമേ, അത് അപാകതയാണെങ്കിൽ ആ ഒരു അപാകത മാത്രമേ DGPയുടെ ഓഫീസിലേക്കും, ഞങ്ങളുടെ ആവശ്യം DGPയാണ് നിറവേറ്റേണ്ടത്. DGPയുടെ ആവശ്യം നിറവേറ്റേണ്ട സ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഒരുപാട് ന്യായമായ നീതി ലഭ്യമാക്കിയ സർക്കാരാണിത്. ഇനിയിപ്പോ ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയം ഉണ്ടാക്കി അതിനെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഒരു പക്വമായ രാഷ്ട്രീയ സമീപനം തന്നെയാണോ? ഇത് ഇത്തരം വൈകാരിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ മറവിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിൽ നിന്ന് തെന്നി മാറുക എന്നതാണ് UDF ചെയ്യുന്നത്. ഞങ്ങൾ അതിനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കും. അതിനെ രാഷ്ട്രീയമായി ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും. നന്നായി ജനങ്ങളോട് കാര്യങ്ങൾ പറയും. ഞങ്ങളുടെ ആത്മാർത്ഥത എന്താണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയും. എങ്ങനെയാണ് ഈ സംഭവങ്ങളെ വളച്ചൊടിക്കുന്നത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ല. ജനങ്ങളുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ഇടതുപക്ഷത്തിന് ഒരു ഭയവുമില്ല. ഇതുകൊണ്ടൊന്നും ജനങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതണ്ട. ഈ പോലീസിന്റെ നടപടിയെ ഏറ്റവും ശക്തമായി ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയാണ്. സംശയനാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്ന് മണിപ്പൂരിലടക്കം മുഖ്യമന്ത്രി BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ വരും. എങ്ങനെ കർണാടകത്തിൽ പോകും? ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണം നടത്തുന്നത്? അങ്ങനെ വേണം വെക്കരുത്. നമ്മുടെ ചർച്ചാ വിഷയം അല്ല, ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഈ ഒരു വിഷയത്തിൽ മാത്രം കോൺഗ്രസ് ഇന്ത്യയിൽ മുഴുവനുള്ള പാർട്ടിയാണ്. അങ്ങനെ അതിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ അത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് CK പത്മനാഭൻ നിങ്ങളടുത്തുനിന്ന് BJPയിലേക്ക് പോയതാണ്. അതുപോലെ തന്നെ ഒരു MLA നമ്മുടെ
കേരള അല്ലല്ലല്ല വേറെ ആൾക്കാരുണ്ട് അങ്ങനെ പറയണ. കെ ടി ജലീൽ എവിടെയാണ്? കെ ടി ജലീൽ എവിടേക്കാ പോയത്? കെ ടി ജലീൽ എവിടേക്കാ പോയത്? എനിക്ക് ചോദിക്കാൻ കണ്ണന്താനം നിങ്ങളുടെ MLA ആയിരുന്നു. ആ MLA ഇന്ന് BJP-യിലാ. ഇവരാരും ബംഗാളിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കാവി പെയിന്റ് അടിച്ചു മാറ്റി BJP ഓഫീസാക്കി. ഇവിടെ 10 മാസങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 10 മാസങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇവിടെ എല്ലാവിധ വിലക്കയറ്റവും 5 വർഷം തടയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങിയത്. UDF അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് 28 രൂപയായിരുന്നു 1 കിലോ അരിയുടെ വില. ഇന്ന് എത്ര രൂപയാണ് അരിയുടെ വില എന്ന് പറയണം. ഇന്ന് പഞ്ചസാരയുടെ വില എത്രയാണെന്ന് എന്ന് പറയണം. ശശികുമാർ സാറിനോട് ചോദിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ ആളുകളോടാണ് ചോദിക്കുന്നത്. പറയൂ ശശികുമാർ പറയൂ. അല്ല പറഞ്ഞു പറയൂ. റേഷൻ അല്ല ഹലോ പറഞ്ഞു കേൾക്കാം. പറയാം. ഹലോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? മൈക്കോടെ. അല്ല നമ്മുടെ ഏറ്റവും എനിക്ക് ഈ മൈക്കൊന്നും ഇടതുപക്ഷത്തിനോടും വലതുപക്ഷത്തിനോടും എനിക്ക് ചോദിക്കാനുണ്ട് ഓരോ ചോദ്യങ്ങൾ. എനിക്ക് ആദ്യമായിട്ട് ശംസുദ്ദീനോടാണ് ചോദിക്കാനുള്ളത്. മുസ്ലിം ലീഗ് സമുദായത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയമാണല്ലോ. ആ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയുടെ പാർട്ടിയുടെ MP ആണ് E.T. മുഹമ്മദ് ബഷീർ. അദ്ദേഹം കഴിഞ്ഞ 2 തവണയായിട്ട് ഹജ്ജ് കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല. ഹജ്ജ് എംബാർക്കേഷൻ സംബന്ധിച്ചിട്ട് ബോംബെയിൽ നടന്ന മീറ്റിംഗിൽ തുടർച്ചയായി പങ്കെടുക്കാതെ കരിപ്പൂരിൽ നിന്നും അത് നെടുമ്പാശ്ശേരിയിലേക്ക് ഹജ്ജ് എംബാർക്കേഷൻ മാറുകയുണ്ടായി. ഇതിന് താങ്കളുടെ ഉത്തരം എന്താണ്? ഞാൻ പറയാം. ഇത് ഇവിടെ ഈ പറഞ്ഞ പോലെ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 10 പതിറ്റാണ്ടുകളായി. അപ്പൊ അതിന്റെ സ്വഭാവം അതിന്റെ രീതിയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അതിന്റെ മതേതര സ്വഭാവവും തീവ്രവാദത്തോടുള്ള ഞങ്ങളുടെ നിലപാടും ഒക്കെ വ്യക്തമാണ്. പറയാം. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് പറയാൻ സമ്മതിക്ക്. ഹജ്ജിന്റെ എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് മാറുന്നത് കരിപ്പൂരിൽ എയർപോർട്ടിലെ അസൗകര്യങ്ങൾ പറഞ്ഞിട്ടാണ്. അതിനെതിരെ ഏറ്റവും ശക്തമായി സമരം ചെയ്യുന്നത് ഞങ്ങളാണ്. അതിനെതിരെ ഏറ്റവും ശക്തമായി സമരം ചെയ്യുന്ന ഞങ്ങളാണ്. അടുത്ത വർഷം ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിലേക്ക് മാറ്റാമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഉറപ്പു വന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാ പോരാട്ടങ്ങളിലും പാർലമെന്റിലാണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെ 2 സ്ഥാനാർത്ഥികളോട് ചോദിച്ച 2 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്ന് ആദ്യമായിട്ട് ശശിയേട്ടനോടാണ്. ഇവിടെ മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ ഇവിടെ മലപ്പുറം മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചകൾക്കും മുസ്ലിം ലീഗ് വഴി തുറന്നു കൊടുക്കുന്നില്ല. ഇവിടെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ലീഗിന്റെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടി സാഹിബ് 11 വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിയ ആളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിന്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് പുരോഗതിക്ക് എന്താണ് ഇടതുപക്ഷം നൽകാൻ പോകുന്ന സംഭാവന? ഒന്ന്. മറ്റൊന്നുള്ള ശംസുദ്ദീനോടാണ്. ഇവിടെ നിങ്ങൾ മതനിരപേക്ഷതയുടെ വലിയ ഇത് ഉയർത്തിപ്പിടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ RSSന്റെ വർഗീയതക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് പരിമിതി ഉണ്ട് എന്ന് ശംസുദ്ദീൻ തന്നെയാണ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷംസുദ്ദീന് പറയാൻ വേണ്ടി കഴിയുമോ STPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് ഈ മുസ്ലിം ലീഗിന് വേണ്ട എന്ന് ഇവിടെ തുറന്നു പറയാൻ വേണ്ടി ധൈര്യം ഉണ്ടോ നോക്കാം. ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയെയും RSSനെയും എതിർക്കുന്നതിന് ഒരു നിലക്കുള്ള പരിമിതിയില്ല. അങ്ങനെ പരിമിതിയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ BJPയുടെ പ്രവർത്തന രീതി പോലെ BJPയുടെ പരാമർശങ്ങൾ പോലെ ഞങ്ങൾ തിരിച്ചു പറയില്ല. കാരണം ഭൂരിപക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ BJP ആക്ഷേപിക്കുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് രാജ്യത്തെ ഭൂരിപക്ഷത്തെ ആക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഞങ്ങളുടെ ശൈലിയല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെയാണ് പരിമിതിയാക്കി ചിത്രീകരിക്കുന്നത്. ശംസുദ്ദീൻ, അങ്ങനെയാണെങ്കിൽ തീവ്രവാദത്തോട് ശക്തമായ സമീപനം മുസ്ലിം ലീഗിനുണ്ടെങ്കിൽ നിങ്ങൾ STPയുമായുള്ള ബന്ധം വോട്ട് വേണ്ട എന്ന് വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ STPയുമായി രാത്രി വേണ്ട STPയുമായിട്ട് വോട്ട് വേണ്ട എന്ന് പറയുന്നു. STPയുടെ വോട്ട് വേണ്ട എന്ന് പറയാം.
SDPIക്കാർ വോട്ട് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടില്ല. വേണ്ടാന്ന് പറയൂ. SDPIക്കാർ വോട്ടും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ വളരെ കാര്യമായി പറയാം. വളരെ വളരെ ശരിയാണ്. അങ്ങനെ പറയണം. പിന്നെ അല്ല, ഞാനിത് പറയുമ്പോ വേറൊന്നും കൂടി പറയണം. വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്ഥിരമായി ജമാഅത്തെ ഇസ്ലാമിയുടേത് നിങ്ങൾ വാങ്ങിയിരുന്നാണ്. വേണ്ട നിങ്ങൾ പറയണം. PDPന്റെ വോട്ട് വേണ്ട നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് ഒരു തീവ്രവാദ സംഘടനകളുമായും ഞങ്ങൾക്ക് ബന്ധമില്ല. ഒരു തീവ്രവാദത്തിന്റെയും സഹായം വേണ്ട ഇന്ത്യയിൽ BJPയെ നേരിടാൻ. ഞാൻ വേറെ ഗൗരവമായ ഒരു പ്രശ്നത്തിലേക്ക് വിടുകയാണ്. വോട്ട് വേണ്ട ഞങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ മദനി എന്ന് പറഞ്ഞാലേ അച്യുതാനന്ദന് കൊടുക്കാത്ത ബഹുമാനം മദനിക്ക് കൊടുത്തവരാ നിങ്ങൾ. ഹലോ, കുറച്ച് സമയം മുമ്പ് താങ്കൾ തന്നെ സംസാരിക്കുകയുണ്ടായി. കേരളത്തിന് ബംഗാളിനകത്ത് CPMന്റെ ഓഫീസ് കാവി പെയിന്റ് അടിച്ചു എന്ന്. അത് പറയുന്ന താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടി ഇന്ന് ഈ രാജ്യത്തിനകത്തെ 2 സംസ്ഥാനത്തേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. എന്നാൽ 3 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന ഇടതുപക്ഷം ഇന്നും 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് താങ്കൾക്ക് ഉണ്ടാവണം. അതോടൊപ്പം ഉൾപ്പെടെ പള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ BJPയുടെ പിന്തുണയോട് കൂടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്. പള്ളിക്കുന്നിലുൾപ്പെടെ BJPയുടെ പിന്തുണയോടെയാണ് നിങ്ങളുടെ പ്രസിഡന്റ് ഭരിക്കുന്നത്. അതിന് ന്യായീകരണമാണ് താങ്കൾക്ക് പറയാനുള്ളത്. അതായത് ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകളുടെ ഒരു തേരോട്ടമുണ്ട്. BJPയും സംഘപരിവാറൊക്കെ മുന്നേറുന്നുണ്ട്. പക്ഷേ അതിന് ബദലായി വരാൻ 2ാം സ്ഥാനത്ത് കോൺഗ്രസേ ഉള്ളൂ. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ 400ഓളം സീറ്റുകൾ, ആകെ 600 നിയമസഭാ സീറ്റിലാ തെരഞ്ഞെടുപ്പ് നടന്നത്. 400ഓളം സീറ്റുകൾ BJPക്ക് ഉണ്ടെങ്കിൽ 200ൽ പരം അസംബ്ലി സീറ്റ് കോൺഗ്രസിനുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, ഇവിടെ നമ്മുടെ ശംസുദ്ദീൻ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ കുറച്ചു നേരം എത്രത്തോളം വെള്ളം കുടിച്ചു എന്ന് നമ്മൾ കണ്ടു. കോൺഗ്രസ് നേതാക്കൾ ഓരോ ദിവസവും BJPയിലേക്ക് കാലുമാറാണ്. കാര്യം പറയാം. ലോക്സഭയ്ക്കകത്ത് ലോക്സഭയ്ക്കകത്ത് മുസ്ലിം ലീഗിന്റെ ഒരു MP എണീറ്റ് നിൽക്കണമെങ്കിൽ CPMന്റെ സപ്പോർട്ട് ഇല്ലാതെ അതാണ് ലോകസഭയിലെ അവസ്ഥ അതാണ്. ബഹുമാനപ്പെട്ട ശശികുമാർ സാർ ഈ സംസ്ഥാനങ്ങൾ അത് മനസ്സിലാക്കാതെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. 16 സംസ്ഥാനങ്ങളും ഡൽഹി പറ്റിയില്ല. കർണാടകയായിരുന്നു കോൺഗ്രസിന്റെ തടവില പിണറായി പ്രസംഗിച്ചത്. RSS തടയെന്ന് പറഞ്ഞപ്പോ കോൺഗ്രസിന്റെ തടവിലല്ല, കോൺഗ്രസിന്റെ പിന്തുണ വേണം. ഞാൻ പറയട്ടെ, കുഞ്ഞാലിക്കുട്ടിയെ തടയെന്ന് പറഞ്ഞാൽ തിരിച്ചൊരു പോരുമായിരുന്നു. പിണറായി വിജയൻ അന്തസ്സായി തല ഉയർത്തി അവിടെ പോയി. കർണാടകയിൽ മാത്രം ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോന്നു, മധ്യപ്രദേശിൽ നിന്ന് തിരിച്ചു പോന്നു. കർണാടകയിൽ കോൺഗ്രസ് പ്രൊട്ടക്ഷൻ കൊടുത്തു. അല്ല, ആ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് വരണ്ട എന്ന് പറഞ്ഞാൽ പോവില്ല. ഒച്ചപ്പാടുണ്ടാക്കല. ആ ഗവൺമെന്റുകൾ വരണ്ട എന്ന് പറഞ്ഞാൽ പോയില്ല. രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു വാസ്തവം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഭാരതത്തിലെ 16 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് BJP-യാണ്. BJP-യുടെ കൂട്ടുകക്ഷി അല്ലെങ്കിൽ BJP കേന്ദ്രഭരണം. ഇപ്പൊ പറഞ്ഞു 2 സംസ്ഥാനം ഭരിക്കുന്നു, 4 സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ SM കൃഷ്ണൻ അടക്കം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നിന്ന് ചാടി വന്നിട്ട് BJP-ക്ക് വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉത്തർപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ മുഴുവനെ എല്ലാ സ്ഥലത്തും ദാദ്രിയിലും എല്ലാം അടക്കം ജയിച്ചത് BJP-യാണ്. അത് ഞങ്ങൾ ഇവിടെ ആവർത്തിക്കും. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തില് ഒരൊറ്റ കാര്യം ഉത്തരേന്ത്യയിൽ ഒരൊറ്റ കാര്യം BJP സുഹൃത്തിനോട് ഞാൻ പറയുകയാണ്, ഉത്തരേന്ത്യയിൽ അത് നടക്കും. അത് കണ്ട് കേരളത്തിലേക്ക് വന്നാൽ വിവരം അറിയും. ശോഭാ സുരേന്ദ്രൻ അതിന് മറുപടി പറയട്ടെ. സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ്
യഥാർത്ഥത്തിൽ ബിജെപിക്ക് ഒരു ജയസാധ്യത ഇത്രയും നേരം ഈ ചർച്ചയിൽ മുഴുവൻ സംസാരിക്കുന്നത് ബിജെപി എന്നല്ലേ? ഈ മറുപടി പറയാനുള്ള സമയം തരൂ. അല്ല, എനിക്ക് നോക്കൂ നികേഷ്, നേരത്തെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ താങ്കളെ ശപിച്ചിട്ടുണ്ടാകും. അതായത് മിസ്റ്റർ നികേഷ് ശപിച്ചിട്ടുണ്ടാകും. എന്താ കാരണമെന്നറിയുമോ? കേരളത്തിൽ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം, നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാജ്യദ്രോഹിയായിരുന്നു. നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ IS-ന്റെ ഭീകര പ്രവർത്തനത്തിന് വേണ്ടി പോയവനാണ്. ആ നജീബിന് വേണ്ടിയാണ് അവിടെ മലപ്പുറത്തിരുന്നു കൊണ്ട് ഒരു സഹോദരൻ സംസാരിച്ചത്. ഇത് നികേഷ് അതിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. നജീബ് എന്ന് പറയുന്ന ഭീകരവാദി IS പ്രവർത്തനത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കാൻ, ആ ഭീകരവാദികളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ അത് BJP ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, കരിപ്പൂർ എയർപോർട്ട് ലീഗിന്റെ നേതാവ് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് പോലും കരിപ്പൂർ എയർപോർട്ടിലെ അസൗകര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലക്കാർക്ക് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പൊ ലീഗിന്റെ നേതാവ് പറഞ്ഞില്ലേ, ഞങ്ങൾ സമരം നടത്തിയിട്ട് പിടിച്ചെടുക്കും. അതല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യയുടെ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടി BJP കൊടുത്ത നിവേദനം അത് പൂർത്തിയാക്കപ്പെടുമ്പോ കരിപ്പൂർ എയർപോർട്ട് ജനങ്ങൾക്ക് അവർക്ക് യാത്രാ സൗകര്യത്തിന് ഉതകുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകളൊന്നും ആളുകളോട് വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നമ്മൾ കണ്ടു. ഉത്തരേന്ത്യയില് കോൺഗ്രസിനകത്ത് ജയിച്ചു വന്ന, UDF-നകത്ത് ജയിച്ചു വന്ന MLA-മാരെല്ലാരും, മുതിർന്ന നേതാക്കളടക്കമുള്ള ആളുകൾ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആളുകൾ വരെ BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിനകത്ത് മത്സരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചാൽ ഇതേ അവസ്ഥ ഉണ്ടാകുമോ എന്ന് ഇതൊന്നൊരു ചോദ്യം. ഇതാണ് കാര്യമായിട്ട് ചോദിച്ചത്. ഇതാണ് ചോദ്യം. പ്രിയപ്പെട്ട കഴിഞ്ഞ 2009 ജനാധിപത്യത്തിൽ സഹിഷ്ണുത വേണം, മനസ്സിലായി? 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇവിടെ മൈക്കില് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബഹുമാനപ്പെട്ട E.T. മുഹമ്മദ് ബഷീറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ 2 മണിക്കൂർ അബ്ദുൽ നാസർ മദീനെ വെയിറ്റ് ചെയ്ത സംഭവം ഉണ്ടായി. ഇങ്ങനത്തെ ആളാണ് ഞങ്ങൾ SDPI-യുമായി താരതമ്യം ചെയ്യുന്നത്. നിങ്ങളൊക്കെ SDPI ആയിട്ട് ബന്ധമില്ല എന്നാണ് പറഞ്ഞല്ലോ. PDP മാത്രമല്ല ശശിയേട്ടാ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. പിണറായി വിജയന്റെ ആളാണ് നിങ്ങൾ ആദ്യം മാറ്റി. നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തില് BJP-യുടെ പിന്തുണയോടുകൂടിയാണ് UDF വള്ളിക്കുന്ന് പഞ്ചായത്ത് ഭരിക്കുന്നത്. ഒരുപാട് പഞ്ചായത്തുകളിൽ ലീഗ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയപ്പോ SDPI കൂടെ ഉണ്ട്. അവരാദ്യം മാറ്റി വർത്തമാനം പറയും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മലപ്പുറത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ്, മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അത് തന്നെയാണോ ശശികുമാറിന്റെ അഭിപ്രായം? ശരിയായി വിലയിരുത്തിയാൽ ഒരു സംശയവുമില്ല, 100-ൽ 100 മാർക്ക് കിട്ടും. എനിക്ക് ശശിയേട്ടനോട് സംസാരിക്കാനുള്ളത്, അതായത് മുസ്ലിം ലീഗിനെതിരെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ സംസാരിച്ചാൽ അവർക്ക് മണ്ണും വളവും ചാണകവും കൊടുത്ത് വേദി കൊടുക്കുന്നു CPM. എന്നിട്ട് അവർക്ക് നിങ്ങൾ ആട്ടിൻതോരണിന്റെ ചെന്നായ എന്ന് പറയുമ്പോഴാണ് നിങ്ങളൊന്ന് കോൽ പോരുന്നത്. മുസ്ലിം ലീഗിനെതിരെ എതിർക്കുന്നവർക്ക് മണ്ണും വളവും ചാണകവും വേദിയും കൊടുക്കുന്ന CPM. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ മുസ്ലിം ലീഗ് ഒരു ഡുവൽ റോൾ കളിക്കുകയാണ്. അതായത് മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞു നടക്കുക, അവര് തന്നെ ഒരു വർഗീയ സംഘടനയെ, ഒരു തീവ്രവാദ സംഘടനയെ പോറ്റി വളർത്തുക. ആ ഒരു ഡബിൾ ഗെയിമാണ് ഇവിടെ കൈകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി പറയാം. എന്താ വെച്ചാൽ ഒരു ഒറ്റ മിനിറ്റ്, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രത്യേകത,
ഇവിടെ ഹലോ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഡബിൾ റോളിന്റെ പ്രശ്നമില്ല. ഞങ്ങളുടെ മതേതര പ്രതിബദ്ധത വളരെ വ്യക്തമാണ്. ഒരു തീവ്രവാദ പ്രസ്ഥാനവുമായിട്ട് ഒരു നിലക്കുള്ള ബന്ധവും ഞങ്ങൾക്കില്ല. എന്നാൽ ഇന്ന് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും SDPI നിങ്ങളെ കൂട്ടാളികളാണ്. മനസ്സിലായില്ല? നിങ്ങളോട് രണ്ടാളോടായിട്ടാണ് എന്റെ ചോദ്യം. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നോമിനേഷന്റെ ഭാര്യയുടെ സ്വത്ത് വിവരം ബ്ലാങ്ക് ആണ്. ഞാൻ ഈ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ വിവരത്തിൽ ആ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി MP ഫൈസൽ ഒരു അക്ഷരം മിണ്ടിയില്ല? ഞങ്ങൾ എഴുതി കൊടുത്തു. MP ഫൈസൽ ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാണ്. ആ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ ഒരു കുറവുണ്ട്. ആ കുറവ് സംബന്ധിച്ച് ഞങ്ങളുടെ വിയോജിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്, പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ സുപ്രീം കോടതി ആ കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറാണ് തീരുമാനം എടുക്കേണ്ടത്. അവരെടുത്ത തീരുമാനങ്ങളാണ്. ഇനി നമുക്ക് ഇലക്ഷൻ കേസിനെ അതിൽ വകുപ്പുള്ളൂ. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ LDF സ്ഥാനാർത്ഥി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ കാര്യത്തിൽ. സ്ഥാനാർത്ഥി മിണ്ടിയില്ല. എനിക്ക് ചോദിക്കാനുള്ളത് പൊതുവായിട്ടാണ്. രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളോടാണ്. നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരുപാട് ചർച്ച ഉണ്ടായി. നമ്മുടെ കേരളത്തിലെ സമകാലികമായിട്ട് നടന്ന സംഭവങ്ങൾ, അന്യ സംസ്ഥാനത്ത് നടന്ന സംഭവങ്ങൾ പലതും നമ്മളിവിടെ ചർച്ച ചെയ്തു. എല്ലാം വേണ്ട തന്നെയാണ്. പക്ഷേ ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട്, ഈ മണ്ഡലത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ, അതൊരു ഈ ചർച്ചയുടെ എത്ര കാലമായിട്ട് ഇവിടെ ഒരു പാസ്പോർട്ട് ഓഫീസ് പുതുതായിട്ട് നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് എന്താ ചെറിയ സർവീസ് കൊണ്ടുവന്നു നിങ്ങളുടെ ഈ ഇവിടുത്തെ അങ്ങാടി പാസ്പോർട്ട് ഓഫീസ് ഈ മറുഭാഗത്തെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായതിനെ തുടർന്ന് അങ്ങനെ പല വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പിന്തുടർച്ചയായി കുഞ്ഞാലിക്കുട്ടി സാഹിബും മണ്ഡലത്തിലെ വലിയ തോതിലുള്ള വികസനങ്ങൾ നടത്തും. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിലേക്കാണ്. രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കാൻ CPM ആണ് നല്ലത് എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് മഹാസഖ്യം ഉണ്ടാക്കിയപ്പോ BJPക്കെതിരെ മുന്നണിയിൽ കൂടാൻ CPM തയ്യാറായില്ല. UPയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ സഖ്യത്തിന്റെ കൂടാൻ CPM തയ്യാറായില്ല. ഇവിടെ ഗോവയിൽ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോ BJPന്റെ കൂടെയാണ് NCP ഉള്ളത്. ആ NCPക്ക് കേരളത്തിന്റെ മന്ത്രിസഭയിൽ അംഗത്വം കൊടുത്തു. എങ്ങനെയാണ് CPMന് ഈ ഫാസിസ്റ്റ് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത്? BJP അധികാരത്തിൽ വരാനുള്ള കാരണം കോൺഗ്രസ് നടത്തിയ സ്വകാര്യവൽക്കരണ നയമാണ്. ആ നയമാണ്, അതിന്റെ കെടുതികളാണ് BJPക്ക് അധികാരത്തിൽ വരാനുള്ള അന്തരീക്ഷമുണ്ടാക്കിയത്. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയാൽ ആ കൂട്ടുകെട്ടിനെ ജനങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് സ്വതന്ത്രമായ നിലപാട് ഇടതുപക്ഷം എടുക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ RSSന്റെ വർഗീയതക്കെതിരെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗുകാര് ഇന്നലെ ഈ പെരിന്തൽമണ്ണ ടൗണിൽ ലീഗിന്റെ വ്യാപാരി നേതാക്കന്മാരായിട്ടുള്ള ചമയം ബാപ്പുവിന്റെയും ഷാലിമ ഷൗക്കത്തിന്റെയും നേതൃത്വത്തിൽ ഇന്നലെ ഇവിടെ മുസ്ലിം ലീഗുകാർ കുമ്മനം രാജശേഖരന് സ്വീകരണം കൊടുത്തപ്പോ വെറുതെ വർത്തമാനം പറയരുത്. ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് പരിപാടി നടത്തിയത്. വ്യാപാരി വ്യവസായിയാണ്. അതിന് ലീഗുമായിട്ടൊരു ബന്ധമില്ല. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ വാശിയേറിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വർഗീയ ധ്രുവീകരണം മുതൽ ഏറ്റവും ഒടുവിൽ ജിഷ്ണു പ്രണോയുടെ മരണം വരെയുള്ള വിഷയങ്ങളാണ് മലപ്പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ മരണവും മഹജയ്ക്കെതിരായ പോലീസ് നടപടിയുമാണ് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കേരളം ആകെ ഉറ്റുനോക്കുന്നത്. നാളെ തിങ്കളാഴ്ച വീണ്ടും ഇതേ പരിപാടിക്ക് 8 മണിക്ക് കാണുന്നതുവരെ നമസ്കാരം.